മഴയൊക്കെ ഒരുവിധം തോർന്ന പോലെ കണ്ടപ്പോൾ മുകളിലേക്കൊന്ന് കയറാമെന്ന് വെച്ചിട്ടാണ്. മുകളിലാണ് നമ്മുടെ ഇത്തിരി പച്ചക്കറി കൃഷിയൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഗോവയ്ക്കേമ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ ചെറുതായിട്ട്. പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അടുപ്പിച്ചിങ്ങനെ കയറി നോക്കാണ്ടിരിക്കാറില്ല. പക്ഷെ ഇത് ഗംഭീര മഴയല്ലേ, അപ്പോൾ വഴുക്കലൊക്കെ ഉണ്ട്. കയറിയിട്ട് വല്ല പണി കിട്ടിയാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ കയറാറില്ല. വെള്ളത്തിൻ്റെ കുഴപ്പം പിന്നെ വരുന്നില്ലല്ലോ, മഴവെള്ളം കിട്ടണ കാരണം. അപ്പോൾ നോക്കിയപ്പോൾ പയറുമ്മലും എല്ലാമ്മലും പൂവൊക്കെ ഉണ്ട്. പഴുത്ത് നിൽക്കണത് മുളകും പയറൊക്കെ ഞാൻ പൊട്ടിച്ചു കേട്ടോ. അത് കൂർക്കൊക്കെ ഞാൻ നട്ടതായിരുന്നു. അത് നന്നായിട്ട് എന്താ പറയുക, ഇനിയും അതുമെന്ന് തല പൊട്ടിച്ചിട്ട് നുള്ളി വയ്ക്കാനുള്ള അത്രയും ഉണ്ടായിട്ടുണ്ട് അതിന്. പിന്നെ അതൊക്കെ ചെയ്യണം. എല്ലാതും എന്താ പറയുക, പൊട്ടിക്കാണ്ടായതോടുകൂടി ഒരാഴ്ചയോടുകൂടി എല്ലാതുമ്മിലും ചുവന്നിട്ട് ഇങ്ങനെ ചുവന്ന് നിർത്താറൊന്നുമില്ല. അപ്പപ്പൊക്കെ മൂത്ത് കണ്ടാൽ പൊട്ടിക്കാറുണ്ട്. അപ്പോൾ അത് വരാൻ വൈകിയപ്പോൾ അതൊക്കെ ചുവന്നു. ഒന്ന് ഇടയ്ക്ക് കയറി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അപ്പോൾ നോക്കിയപ്പോൾ വെണ്ടക്കായമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ ഉള്ള പൂവൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ടാവും, അത്രയും വലിയ മഴകളല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടിയതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. വെണ്ടക്കായമത്തൊക്കെ നിന്ന് വെണ്ടക്കായൊക്കെ മൂത്തു കേട്ടോ, പൊട്ടിക്കാണ്ട് മൂത്തു. അങ്ങനെ വഴുക്കലൊക്കെ ഞാൻ കോണിയുടെ 2 സൈഡൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ വന്നത്, വഴിക്ക് വീഴണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇനി എന്തായാലും വെയിലുദിച്ചിട്ടാൽ ഇത് വീണ്ടും കയറുള്ളൂ. പൂവൊക്കെ കണ്ട പൂവിൻ്റെതൊക്കെ ആകെ മഴ കൊണ്ട്